പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന പദവിയിലേക്ക് ഒരൊറ്റ സിനിമ കൊണ്ട് നടന്നു കയറിയ നടനാണ് പ്രഭാസ്. ബാഹുബലി തീർത്ത അലയൊലികൾ ഇപ്പോഴും തീർന്നിട്ടില്ല. പ്രണയത്തിന്റെ, കരുത്തിന്റെ, പ്രതികാരത്തിന്റെ പ്രതിരൂപമായ ബാഹുബലി ഇന്ത്യൻ സിനിമാ ലോകത്തിന് ആരാധിക്കാൻ ഒരു ബിംബത്തെ സമ്മാനിച്ച മുഹൂർത്തമായിരുന്നു ആ രാജമൗലി ചിത്രത്തിന്റെ പിറവി. ബാഹുബലിയുടെ പകിട്ട് പ്രഭാസിന് സൂപ്പർ സ്റ്റാർ പദവിക്കൊപ്പം ഉത്തരവാദിത്വത്തിന്റെ ഭാരം കൂടി സമ്മാനിച്ചു. നായകൻ പ്രഭാസ് എങ്കിൽ സിനിമ ബ്രഹ്മാണ്ഡ ഹിറ്റ് തന്നെ എന്ന മുൻവിധി ആരാധകർ മനസ്സിലേറ്റി. പിന്നെ ഇങ്ങോട്ട് ആ മുൻവിധിയുടെ മുമ്പിലായി പ്രഭാസിന്റെ സിനിമാ ജീവിതം. പലപ്പോഴും പ്രതീക്ഷകൾ തകിടം മറിഞ്ഞു. ചില ചിത്രങ്ങൾ തിയേറ്ററിൽ വേണ്ട വിധത്തിൽ വിജയിച്ചിട്ടില്ല. എന്നാൽ ബാഹുബലിക്ക് മുമ്പുള്ള ഒരു കാലമുണ്ടായിരുന്നു താരത്തിന്. ആരാധകർ ഡാർലിംഗ് എന്നും മിസ്റ്റർ പെർഫെക്റ്റ് എന്നും ട്രിപ്പിൾ സ്റ്റാർ എന്നും വിളിച്ച കാലം. റൊമാൻസും കോമഡിയും ചെയ്ത് കയ്യടി നേടിയ സമയം. അതിലേക്കുള്ള തിരിച്ചുവരവിന്റെ സൂചനകൾ നൽകിയാണ് രാജാസാബ് എന്ന പുതിയ പ്രഭാസ് ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയത്. മാരുതി സംവിധാനം ചെയ്യുന്ന രാജാസാബ് ഹൊറർ കോമഡി ചിത്രമാണ്. സഞ്ജയ് ദത്ത്, നിധി അഗർവാൾ, മാളവിക മോഹനൻ എന്നിവരും പ്രധാന വേഷത്തിലുണ്ട്. ഈ വർഷം അവസാനം തിയേറ്ററിലെത്തുന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് TG വിശ്വപ്രസാദാണ്. മാരുതി തന്നെയാണ് തിരക്കഥ. ബാഹുബലിക്ക് മുമ്പുള്ള ഒരു പ്രഭാസുണ്ട്. കോമഡികളും റൊമാൻസും എല്ലാം നന്നായി ചെയ്ത കാലം. ആ പ്രഭാസിന്റെ തിരിച്ചുവരവ് രാജാസാബിലൂടെ കാണാമെന്ന് ഹൈദരാബാദിൽ നടന്ന ടീസർ ലോഞ്ചിനിടെ സംവിധായകൻ മാരുതി പറയുന്നു. ഇതൊക്കെയാണെങ്കിലും മേക്കിങ്ങിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ലെന്ന് പിന്നണി പ്രവർത്തകരും പറയുന്നു. ചിരിക്കുന്നതിനോടൊപ്പം പേടിപ്പെടുത്തുന്ന രംഗങ്ങളും ചിത്രത്തിലുണ്ടാകും. വാൾട്ട് ഡിസ്നി പോലത്തെ സിനിമകൾ നമുക്കും സാധ്യമാകുമെന്ന് കാണിക്കണമെന്നും സംവിധായകൻ കൂട്ടിച്ചേർക്കുന്നു. മലയാളിയായ രാജീവനാണ് രാജാസാബിന്റെ ആർട്ട് ഡയറക്ടർ. ഹൈദരാബാദിൽ വലിയ സെറ്റാണ് ചിത്രത്തിന് ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഹൊറർ ഹൗസ് ആണ്. സിനിമയുടെ 70% മുകളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഹൊറർ ഹൗസിലാണ്. 40,000 സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് ഹൊറർ ഹൗസിന്റെ നിർമ്മാണം. ഒരുപാട് കാലത്തെ കഠിനാധ്വാനം വേണ്ടി വന്നു. പ്രഭാസ് അടക്കമുള്ളവർക്ക് സെറ്റ് ഏറെ ഇഷ്ടമായെന്നും രാജീവൻ പറയുന്നു. മലയാളത്തിലും തെലുങ്കിലും തമിഴിലുമായി ഒട്ടേറെ ചിത്രങ്ങളുടെ ആർട്ട് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട് രാജീവൻ. മോഹൻലാൽ നായകനായ ഉദയനാണ് താരം, കാണ്ടഹാർ എന്നീ ചിത്രങ്ങളുടെ ആർട്ട് ഡയറക്ടറും രാജീവനായിരുന്നു. ഇനിയിപ്പോ ആ പഴയ പ്രഭാസിനായി കാത്തിരിക്കാം.